എല്ലാവർക്കും നമസ്കാരം. പുതിയ കേരളത്തിൻ്റെ മന്ത്രിസഭയിലേക്കുള്ള മന്ത്രിമാരുടെ പേര് വിവരങ്ങളും വകുപ്പൊക്കെ ചിലതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും 7 പേർ ഉറപ്പായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസുമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം മുസ്ലിം ലീഗ്, മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്, വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ കോൺഗ്രസുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിലൊക്കെ നോക്കിക്കണ്ടത്, ഞാൻ ഉൾപ്പെടുന്ന തൃശ്ശൂർ ജില്ലയ്ക്ക് ഏതെങ്കിലും മന്ത്രിമാരുണ്ടോ, അവരുടെ ആരുടെയെങ്കിലും പേരുണ്ടോ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആരുടെയും പേര് കണ്ടില്ല. അതിൽ വരുമെന്ന് വിചാരിച്ചിരുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആളായിരുന്നു ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ സാർ. അദ്ദേഹം ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്തായാലും മന്ത്രിപദം അവകാശപ്പെടാനായിട്ടുള്ള മെറിറ്റ്സുകൾ ഒരുപാടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് കേരള കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഞാൻ കണ്ടില്ല. മോൻസ് ജോസഫ് മന്ത്രിയാവും, പിന്നെ പി ജോസഫ് സാറിൻ്റെ മകൻ അബു ജോസഫ് മന്ത്രിയാവുമെന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വകുപ്പുകൾ കിട്ടുകയാണെങ്കിൽ ആവുമെന്ന് കേൾക്കുന്നു. തോമസ് ഉണ്ണിയാടൻ സാറിൻ്റെ പേരൊന്നും കേൾക്കാനില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ ചാലക്കുടിയിലെ MLA സനീഷ് കുമാർ ജോസഫ് മന്ത്രിയാകുമെന്നാണ്. അത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് സനീഷ് കുമാർ ജോസഫ് മന്ത്രിയാകണമെന്നുള്ളത്. അതും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം ആവുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വിചാരങ്ങളാണല്ലോ, നമുക്കങ്ങനെ ആഗ്രഹിക്കാമല്ലോ. ഇടയ്ക്കൊക്കെ കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യം ചില UDFൻ്റെ പ്രവർത്തകർ എൻ്റെ വീഡിയോകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എന്നെ തെറി വിളിക്കാൻ വലിയ ആഗ്രഹമായിരിക്കും. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ UDFകാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ പറയുന്നത്, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തിന് സനീഷ് കുമാർ ജോസഫിന് കൊടുത്ത് തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു മന്ത്രി പദം നൽകണമേ എന്നാണ് VD സതീശൻ സാറിനോട് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണെന്നറിയില്ല, തൃശ്ശൂർ ജില്ലേനെ എങ്ങനെ തടയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് തൃശ്ശൂർ ജില്ലയിൽ എല്ലാ തവണത്തിലും കുറേ കൂടി മുന്നേറ്റം ഉണ്ടാക്കി നല്ല ഭൂരിപക്ഷമുണ്ട്. പ്രത്യേകിച്ച് അല്പം വീക്കായുള്ള സ്ഥലങ്ങളിലല്ലേ നമ്മൾ ഈ മന്ത്രിമാരൊക്കെ പരിഗണിക്കുന്നത് അവിടെ ശക്തി പ്രാപിക്കാനായിട്ട് കാരണമാകുമെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ എന്താണെന്നറിയില്ല, ഈ VD സതീശൻ സാറ് മുഖ്യമന്ത്രി ആയതിന് ശേഷം ആ മുഖ്യമന്ത്രി പദം വന്നു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളൊക്കെ വാർത്ത വന്നതാണ്. പ്രത്യേകിച്ച് വലിയ ആഘോഷ പരിപാടികളൊന്നും DCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നൊക്കെയാണ് പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത. ഞാൻ പറയുന്നത്, ചാലക്കുടിയിൽ നിന്നുള്ള സനീഷ് കുമാർ ജോസഫ് ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും 2ാം വട്ടം MLA ആയിട്ടുള്ള ഏക വ്യക്തി സനീഷ് കുമാർ ജോസഫാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഈ മന്ത്രിപദം അവകാശപ്പെടാം. അതുമാത്രമല്ല, തൃശ്ശൂർ ജില്ലയ്ക്ക് വേറെ ഒന്നുമില്ല. എറണാകുളം മാധ്യമങ്ങളിൽ നിങ്ങൾ വാർത്ത കേൾക്കണില്ലേ, എറണാകുളം വരെ വന്നിട്ട് പിന്നെ നേരെ പാലക്കാടേക്കാണ് ചാട്ടം. സ്വാഭാവികമായിട്ടും സനീഷ് കുമാർ ജോസഫിന് എന്തിനാണ് പൊതുമരാമത്ത് വകുപ്പ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് പൊതുമരാമത്ത് വകുപ്പ് തന്നെ കൊടുക്കണം. കാരണം നമ്മുടെ ഗുഹാമുഖം, നമ്മുടെ അടിപ്പാത, ഇതിപ്പോൾ ഗുഹാമുഖമായി മാറി. ആ ഗുഹാമുഖം ഇങ്ങനെ കിടക്കാൻ വേണ്ടി എത്ര നാളായി? മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എത്രയോ ബ്ലോക്കുകൾ, ആളുകൾ പ്രാന്ത് പിടിച്ച് മതിൽമേലേക്കൊക്കെ വണ്ടി കയറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ട് എത്ര നാളുകളായി? ഏതോ എക്കണോമിക്സ് കഴിഞ്ഞ് ബിടെക്കിന് പോയൊരു എഞ്ചിനീയറുടെ പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഡിസൈനും, ആ ഡിസൈൻ ഇങ്ങനെ കണ്ട് അതിന് സാങ്ഷൻ കൊടുത്ത അന്നത്തെ MLA VD ദേവസിയും, അതിനുശേഷം പുതിയ MLA സനീഷ് കുമാർ ജോസഫ് വന്നു കഴിഞ്ഞപ്പോൾ ഈ അടിപ്പാത നിർമ്മാണത്തിൻ്റെ ഒരു ഫ്ലോർ വർക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് തന്നെയാണ് എനിക്ക് ഏക നീരസം സനീഷ് കുമാർ ജോസഫിനോടുള്ളത്. അത്ര മാത്രമേ ഉള്ളൂ. ഒരു MLA അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ട് വന്നതിന് ശേഷം നമുക്ക് 2021 മെയ് മാസത്തിൽ വന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ വർക്ക് എന്തോരം നടന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ വീട് വാങ്ങിക്കുമ്പോൾ, ഞാൻ ചാലക്കുടിക്കാരോട് ചോദിക്കണേ, നമ്മളൊരു പുതിയ വീട് വാങ്ങിക്കുമ്പോൾ ആ പണിതവൻ അതിൽ കുറേ അപകടങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ സേഫ്റ്റി ടാങ്കിൻ്റെ പൈപ്പ് റോഡിലേക്കായിരിക്കും വെച്ചേക്കണേ. ഇത് മേടിക്കണവൻ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി താമസിക്കുമോ? വീടിൻ്റെ ഉള്ളിൽ ഇല്ലല്ലോ. ആ സേഫ്റ്റി ടാങ്കിൻ്റെ പൈപ്പൊക്കെ മാറ്റി അതിന് മനോഹരമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം അത് കയറി താമസിക്കും. ഇത് തന്നെയായിരുന്നു സനീഷ് കുമാർ ജോസഫ് ചെയ്യേണ്ടിരുന്നത്. അദ്ദേഹത്തിന് അത്രേ ഉള്ളൂ. ഡിസൈൻ ചെയ്തൊക്കെ നമ്മുടെ പഴയ MLA ദേവസേട്ടൻ. പക്ഷേ ഇദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ ഞാനിത് കൃത്യമായിട്ട് നടത്തും. അത് ചെയ്തില്ല. അത് ചെയ്യാത്തതിൻ്റെ കുഴപ്പം ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് പൊതുമരാമത്ത് വകുപ്പ് കിട്ടുകയാണെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ, ആളുകൾ ഇത് കേൾക്കുമ്പോൾ പറയും, എടോ മണ്ട, അത് ഹൈവേ അതോറിറ്റിയുടെ അല്ലേ. ഹൈവേ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ പല്ലടിച്ച് വീഴ്ത്താനും എങ്ങനെ തോടുകൾ മൂടാം, കോൺക്രീറ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്നത്, ഒരു പൊതുമരാമത്ത് മന്ത്രി എന്ന് പറഞ്ഞ സ്ഥാനം കിട്ടുമ്പോഴെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഇടപെടാൻ പറ്റുമല്ലോ. ഈ ഗുഹാമുഖത എന്ത് മാറ്റത്തിൽ വരുത്താൻ പറ്റും? നഗരസഭയാണെങ്കിൽ അത് ഓരോ ഉദ്ഘാടനങ്ങളും ഓരോ നേതാക്കന്മാരും വന്ന് കഴിഞ്ഞാൽ ഓരോ ഉദ്ഘാടനങ്ങൾ നടത്തിപ്പോണ്ട്. ഉദ്ഘാടനങ്ങളും പരിപാടികളും ദീർഘ പ്രസംഗങ്ങളും മുതലക്കണ്ണീരും അത് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല. ബെൽമൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മണി അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് മൗത്ത്, എന്ത് ബെല്ല്, ഒരു പരിപാടിയില്ല. അപ്പോൾ എനിക്കോ ഏകാഗ്രഹം കാര്യം, ഈ സനീഷ് കുമാർ ജോസഫിന് ഇനി ഇടപെടാൻ സാധിക്കും. എൻ്റെ വിശ്വാസമാണ്. കാരണം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന UDF ഭരണ സംവിധാനമാണ് പുതിയ മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കൂടി വളരെ ശക്തമായിട്ട് ഇടപെടാൻ സാധിക്കും. എൻ്റെ പൊന്നു സനീഷേട്ടാ, ഇനിയെങ്കിലും ആ ഗുഹാമുഖം അതൊന്ന് അടിപ്പാതയ്ക്ക്, ആ ഗുഹാമുഖത്തിൻ്റെ മോന്തയൊന്ന് മാറ്റി അതൊരു അടിപ്പാതയാക്കി മാറ്റി കഴിഞ്ഞാൽ അങ്ങേക്ക് 100 കോടി പുണ്യം കിട്ടും. അങ്ങയുടെ പേര് ചരിത്ര രേഖകൾ അടയാളപ്പെടുത്തും. ഇനിയും സാധ്യതയുണ്ട്. അങ്ങ് വീണ്ടും MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ മാറ്റങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പഴയ MLA ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ ഞാനായിട്ട് മാറ്റിയതേ ചെറിയ അപാകതകൾ ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോൾ അത് ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല. ആളുകൾക്ക് നട്ടപ്രാന്ത് പിടിക്കുന്ന തരത്തിലാണ് ഈ ഗുഹാമുഖം നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട VD സതീശൻ സാറേ, ഞങ്ങളുടെ MLA സനീഷ് കുമാർ ജോസഫിന് പൊതുമരാമത്ത് വകുപ്പ് തന്നെ കൊടുക്കണേ. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കണേ. ഞങ്ങളെ തൃശ്ശൂർക്കാരെങ്ങനെ വഴിയാധാരമാക്കരുത് VD സതീശൻ സാറേ, പ്ലീസ്.
ഞങ്ങളെങ്ങനെ അവഗണിക്കരുത്. ഞങ്ങൾ ഒരുപാട് പേര് ഇവിടെ അങ്ങയുടെ ഫാനായിട്ടൊക്കെ ഉണ്ട്. കാര്യം പി കെ ജേക്കബണ്ണാണ് ചാലക്കുടിയിലെ ഒറിജിനലായിട്ട് ആരാധകരെങ്കിലും മറ്റു പലരും ഇപ്പോൾ അങ്ങയുടെ ആരാധകരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ തരണം. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഉണ്ണിയാണൻ സാറിൻ്റെ പേര് കാണാനില്ല. അപ്പോൾ ഇനി ആകെ ഉള്ളത് കോൺഗ്രസ് അങ്ങയുടെ ബാക്കിയുള്ള 4 മന്ത്രിമാരെ തിരഞ്ഞെടുത്തില്ലല്ലോ, അതിൽ ഒരെണ്ണം. ഈ കോൺഗ്രസ് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ശക്തിപ്പെടണ്ടേ? സനീഷ് കുമാർ ജോസഫിനെ മന്ത്രിയാക്കണം, പൊതുമരാമത്ത് വകുപ്പ് കൊടുക്കണം. ഇതാണ് ഒരു എളിയ ചാലക്കുടിക്കാരൻ എന്ന നിലയ്ക്ക് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ ഗുഹാമുഖം, ഈ അടിപ്പാത, ഗുഹാമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന അടിപ്പാത, അതിൻ്റെ മോന്തയൊന്ന് മാറ്റം വരും. സനീഷ് കുമാർ ജോസഫിന് അത് ചെയ്യാൻ പറ്റും. നന്ദി, നമസ്കാരം. വി ഡി സതീശൻ സാറേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.